വിഴിഞ്ഞത്ത് കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ചു. ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്ക്. ഇലക്ട്രിക് പോസ്റ്റ് തകർത്താണ് ബസ്സുകൾ നിന്നത്. യാത്രക്കാർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി വി.എസ്. അനുരാഗാണ് ചേരുന്നത്. അനുരാഗ്, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? പരിക്കേറ്റ ഡ്രൈവർമാരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്? 6 മണിയോടെയാണ് വിഴിഞ്ഞത്ത് ഈ അപകടമുണ്ടായത്. KSRTCയുടെ വേനാട് ബസ്സും സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഡ്രൈവർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഡ്രൈവർ സീറ്റിൽ ആ ഭാഗത്ത് വലിയ ഒരു ഇത് തന്നെ പറ്റിയിട്ടുണ്ട്. അവിടെ വലിയ കാലിന് നല്ല പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരൊക്കെയും പറയുന്നത്. കണ്ടക്ടറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വളവാണ്, ബസ്സിങ്ങനെ വരികയായിരുന്നു, ഒരു സ്വിഫ്റ്റ് ബസ് വരുന്നത് കണ്ടു, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന തരത്തിലാണ്. അത്രയും വലിയ ഞെട്ടലാണ് ഇവിടെ. 2 ഡ്രൈവർമാർക്ക് നല്ല പരിക്കുണ്ട്, അതുപോലെ യാത്രക്കാർക്കും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഈ ഇലക്ട്രിക് പോസ്റ്റ് തകർത്തുകൊണ്ടാണ് ഈ ബസ്സുകൾ നിർത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ദൃക്സാക്ഷി ഉണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് പൂവാറയ്ക്ക് പോകുന്ന ഒരു ബസ്സും പൂവാറിന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന ബസ്, 2 ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വലിയൊരു വളവുണ്ട് ഇവിടെ. ആ വളവിൽ 1 മണിക്കൂർ മുമ്പാണ് അവിടെ നടന്നത്. ഏകദേശം 10ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. ഈ ബസ്സിലെ ഡ്രൈവറിൻ്റെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. പരിക്കേറ്റവരൊക്കെ എവിടെയാണ് പ്രവേശിക്കുന്നത്? വിഴിഞ്ഞത്ത് കുറച്ച് പേരുണ്ടെന്നാണ്, ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജിലാണെന്ന് പറയുന്നു. ഗുരുതരമാണ് ഈ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിവ്. ഈ വേഗത്തിലായിരുന്നു ബസ്? ഈ വളവാണ്, ഒരു വളവ്, നല്ല വളവാണ്. അപ്പം ബസ്സുകൾ ഇത്രയും വേഗത്തിലാണെങ്കിലേ ഇത്രയും ഒരു ആക്സിഡന്റ് നടക്കുള്ളൂ ഇവിടെ. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നിട്ടുണ്ട്. ഇപ്പം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, അത് മുറിച്ച് മാറ്റണമെന്നുണ്ട്. അമിത വേഗത്തിൽ ആകാതെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം ഒരു വളവ് കൂടിയാണ്. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് തകർത്തുണ്ട്. ഇവരുടെ പരിക്കുകൾ, ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോൾ വിഴിഞ്ഞം ആശുപത്രിയിലും ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ്. ഇപ്പോൾ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ബസ്സുകൾ ഇപ്പോൾ കിടക്കുന്നത്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, ആവശ്യത്തിന് പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നീക്കത്തിലാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്തായാലും ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. കാലിന് നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടാവാൻ കാരണമായി ദൃക്സാക്ഷികൾ പറയുന്നത്. വിഴിഞ്ഞത്താണ് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചത്. ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കുണ്ട്. ബസ്സുകൾ അമിത വേഗത്തിലായിരുന്നു വന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ വിവരങ്ങളാണ് അനുരാഗ് നൽകിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സ്വിഫ്റ്റ് ബസ് വരുന്ന കണ്ടായിരുന്നു, ഇതിനു മുന്നേ ഒരു ശബ്ദവും കേട്ട്. ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അതെനിക്കറിയത്തില്ല, വളവല്ലേ, ഓവർ സ്പീഡാണെന്ന് തോന്നുന്നില്ല. യാത്രക്കാർക്കൊക്കെ പരിക്കുണ്ട്, ഹോസ്പിറ്റലിൽ പോയേക്കാം ഞാൻ. ഡ്രൈവറിന് കാലെന്ന് ഫ്രാക്ചർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിയെ ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നു, ഞാൻ പോവേ. ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചതിൽ ഒരു കണ്ടക്ടറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നും ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. വി.എസ്. അനുരാഗാണ് ആ വിവരങ്ങൾ അവിടെ നിന്നും നൽകുന്നത്. അനുരാഗ്, എന്താണ് ഇപ്പോൾ കണ്ടക്ടർ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഈ വേനാട് ബസ്സിന്റെ കണ്ടക്ടറാണ് അരുൺ. അയാൾ പറയുന്നത് ഈ ബസ്സിൽ വരികയായിരുന്നു, പെട്ടെന്നൊരു സ്വിഫ്റ്റ് ബസ് മുന്നിൽ നിന്ന് വരുന്നത് കണ്ടിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്, വലിയൊരു ശബ്ദം കേട്ടു, ഒരു അപകടം തന്നെ നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനൊപ്പം ഡ്രൈവർക്ക്, ഈ വേനാട് ബസ്സിന്റെ തന്നെ ഡ്രൈവറിന് കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആ സ്ഥലം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന്റെ ഭാഗം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വിഫ്റ്റ് ബസ്സിന്റെ മുൻവശവും പൂർണ്ണമായി തന്നെ തകർന്നു. ഇലക്ട്രിക് ബസ്സാണ്. ഇത് വലിയൊരു വളവാണ്. ബാലരാമപുരം ഭാഗത്തു നിന്നും അതിനൊപ്പം തിരുവനന്തപുരം ഭാഗത്തേക്കും പോകുന്ന ഒരു റോഡാണ്. അവിടെ അമിത വേഗത്തിലല്ലാതെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകില്ല എന്നുള്ളതാണ് സാക്ഷികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 ബസ്സുകളും പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ്. യാത്രക്കാർക്കെല്ലാം ആ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോൾ വിഴിഞ്ഞം ആശുപത്രിയിലും അതിനൊപ്പം ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാക്ഷികളും അതിനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും പറയുന്നത്. പൂർണ്ണമായും ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും
ഡ്രൈവറിന് ആണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഈ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നത് പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. ശരി, VS അനുരാഗ്. വിഴിഞ്ഞത്താണ് ഇത്തരത്തിൽ 2 KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. സ്വിഫ്റ്റ് ബസ്സും വേണാട് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബസ്സിലെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ബസ്സുകൾ അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്.